ഹലോ ക്രിക്നിസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത് മുംബൈ ഇന്ത്യൻസിനെ പറ്റിയാണ്. മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ 6ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഈ വർഷം IPL 19ാം സീസണിൽ ഇറങ്ങുന്നത്. കഴിഞ്ഞ വർഷത്തെ അതേ ടീമിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. മെയിനായിട്ടുള്ള കോർ ടീമിനെ തന്നെയാണ് ഇപ്രാവശ്യം മുംബൈ ഇന്ത്യൻസ് ഇറക്കുന്നത്. രോഹിത് ശർമ്മ, തിലക് കുമാർ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ എന്നീ മെയിൻ ആയിട്ടുള്ള താരങ്ങളെ നിലനിർത്തി തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് ഈ ഒരു സീസണും കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് മുംബൈ ടീമിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാമെങ്കിൽ ഈ ചാനലൊന്ന് കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ. കുറച്ച് പ്ലേയേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ടാണ് മുംബൈ ഇപ്രാവശ്യം IPL സീസണിലേക്ക് ഇറങ്ങുന്നത്. ഒഴിവാക്കിയ താരങ്ങൾ നോക്കുകയാണെങ്കിൽ ബെവൻ ജേക്കബ്സ്, കരൺ ശർമ്മ, KL സുജിത്ത്. കരൺ ശർമ്മയുടെ കാര്യം പറയാന്ന് വെച്ചാൽ കരൺ ശർമ്മയെ ടീമിലെടുത്ത ലക്കാണെന്നാണ് ചിലർ വിശ്വാസം. കാരണം കരൺ ശർമ്മ ടീമിലുള്ളപ്പോൾ ആ ടീം കപ്പടിച്ചിട്ടുണ്ടാണെന്ന് ആ ഒരു ബിലീഫാണ് അവർ കരൺ ശർമ്മ വീണ്ടും മുംബൈയിൽ എത്തിച്ചത്. പക്ഷേ ഇനി ആ ബിലീഫിലൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് കരൺ ശർമ്മയെ ഒഴിവാക്കി. അപ്പോൾ പിന്നെ KL സുജിത്ത്, ലിസാർഡ് വില്യംസ്, മുജീബുർ റഹ്മാൻ, PSN രാജു, റീസ് ടോപ്ലി, വിഘ്നേഷ് പുത്തൂർ മലയാളി താരം വിഘ്നേഷ് പുത്തൂരിനെ മുംബൈ ഒഴിവാക്കിയായിരുന്നു. വിഘ്നേഷ് പുത്തൂരിനെ രാജസ്ഥാൻ എടുത്തു, ലേലത്തിലൂടെ വിളിച്ചെടുത്തിട്ടുണ്ട്. അർജുൻ ടെണ്ടുൽക്കറിനെ ട്രേഡിലൂടെ ലക്നൗവിലേക്ക് പറഞ്ഞുവിടുകയായിരുന്നു. അങ്ങനെ 2026 ഓപ്ഷനിലൂടെ മുംബൈ ടീമിലെത്തിച്ച താരങ്ങൾ നോക്കിയാൽ വെച്ചാൽ ക്വിൻ്റൻ ഡി കോക്കിനെ 1 കോടിക്ക് വീണ്ടും മുംബൈ ടീമിലെത്തിച്ചിട്ടുണ്ട്. അതൊരു മെയിൻ ക്യാപ്ഡ് പ്ലെയറുടെ മാത്രമാണ് മുംബൈ ഈ പ്രാവശ്യം ടീമിലെത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള 1, 2, 3, 4 പേരും അൺക്യാപ്ഡ് പ്ലെയേഴ്സാണ്. ഡാനിഷ് മെലവാറിനെയും മുഹമ്മദ് ഇഷാണ്. അഥർവ അങ്കുലേക്കർ, മായങ്ക് റാവത്ത് എന്നിവയുടെ 30 ലക്ഷം രൂപയുടെ ബേസ് പ്രൈസിലാണ് മുംബൈ തങ്ങളുടെ ടീമിലെത്തിച്ചത്. മുംബൈയുടെ കഴിഞ്ഞ സീസണിലെ പ്രകടനം നോക്കുകയാണെങ്കിൽ ക്വാളിഫയറിൽ പഞ്ചാബിനോട് തോറ്റാണ് മുംബൈ പുറത്താവുന്നത്. അപ്പോൾ ഒരു 3rd പൊസിഷനായിരുന്നു കഴിഞ്ഞ സീസണിൽ മുംബൈയുടെ സ്ഥാനം. അപ്പോൾ ഈ മുംബൈ ടീമിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ രോഹിത്തിനെ മാറ്റി ഹാർദിക് പാണ്ഡ്യ വീണ്ടും കൊണ്ടുവന്ന് ക്യാപ്റ്റനാക്കിയതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആ ഒരു ടീമിലുണ്ട്. അപ്പോൾ രോഹിത്തിനൊക്കെ കഴിഞ്ഞ വർഷം ഇമ്പാക്ട് പ്ലെയറൊക്കെ ആയിട്ടാണ് ഇറക്കുന്നത്. അതായത് ടീമിലുടനീളം രോഹിത്തിൻ്റെ സാന്നിധ്യം കുറവായിരുന്നു. കാരണം ഈ ഒരു ഇഷ്യൂസ് കാരണം. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ടീമിൻ്റെ പ്രകടനത്തെ അത്യാവശ്യം ബാധിച്ചിരുന്നു. അതുകൊണ്ട് രോഹിത്തിനെ ഇമ്പാക്ട് പ്ലെയറൊക്കെ ആയിട്ടാണ് കളിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അതൊക്കെ മാറി നല്ലൊരു ടീമായി വരാൻ മുംബൈക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഈ സീസണിൽ മുംബൈയുടെ മത്സരങ്ങൾ വരുന്നത് ആദ്യം മാച്ച് വരുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സായിട്ടാണ് മാർച്ച് 29-ന്. പിന്നീട് ഡൽഹി ക്യാപിറ്റൽസായിട്ട് April 4-നും രാജസ്ഥാൻ റോയൽസായിട്ട് April 7-നും. ആദ്യഘട്ടത്തിലെ അവസാന മത്സരം 4ാം മത്സരം റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായിട്ട് April 12-നുമാണ്. അപ്പോൾ ഈ ഒരു 4 മത്സരങ്ങളിലൂടെ മുംബൈയുടെ പ്രകടനം എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അടുത്തൊരു ടീമിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.